വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി നിഗൂഢമായ ലക്ഷ്യത്തോടെ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുന്നവരും ഗാസയ്ക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ സൈലൻസ് നടത്തുന്നവരും ഗാസയുടെ പേരിൽ അല്ലെങ്കിൽ പാലസ്തീൻ്റെ പേരിൽ യൂറോപ്പിൻ്റെ തെരുവുകളെ കലുഷിതമാക്കുന്നവരുടെയും ഒക്കെ ചങ്കിടിപ്പേറ്റുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയുടെ ഭാവിയെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളുമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു തീരുമാനം മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ത്? മാത്രമല്ല ഈ ഒരു തീരുമാനം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നിഗൂഢമായിട്ടുള്ള അജണ്ടകളെ എങ്ങനെ പൊളിച്ചെടുക്കും? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. മിഡിൽ ഈസ്റ്റ് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ ഇന്ന് മിഡിൽ ഈസ്റ്റ്, പ്രത്യേകിച്ച് ഗാസയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ, ചില നിരീക്ഷണങ്ങൾ ഈ ഒരു നിലപാട് പ്രോഗ്രാമിൽ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരു ടേണിംഗ് പോയിന്റ്, ഒരു സുപ്രധാനമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ളൊരു ടേണിംഗ് പോയിന്റിൽ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സ്, ഗാസയുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ എത്തി നിൽക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ചരിത്രത്തിൽ വളരെ അപൂർവം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കുക. 24 മണിക്കൂറിനിടെ 2 തവണയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ കഴിഞ്ഞ ദിവസം വലിയ ഗൗരവമായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകൾ നടത്തിയത്. ഈ അവിടുത്തെ ഗാസയുടെ ഭാവി, വെടിനിർത്തൽ കരാർ, ഇനി ഗാസയിൽ ഇസ്രായേലിൻ്റെ നീക്കം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ചില സുപ്രധാനമായിട്ടുള്ള ചില ചർച്ചകൾ, ചില തീരുമാനങ്ങൾ ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ വെടിനിർത്തൽ കരാർ എന്ന ഒരു കൺക്ലൂസീവായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു, പ്രത്യേകിച്ച് ഇസ്രായേൽ, അവരുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ടും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ അത് ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഒന്ന്, ബന്ദികളുടെ മോചനം. നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്, ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ബന്ദികളുടെ മോചനം. രണ്ടാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു വിഷയത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ വെടിനിർത്തൽ കരാർ ഒരു പൂർണ്ണമായും നടപ്പിലാകുന്ന ഒരു കാര്യത്തെ ഒരു തടയിടുന്ന ഒരു പോയിന്റ് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഗാസയെ ഹമാസ് വിമുക്തമാക്കുക. ഈ ഗാസയെ ഹമാസ് വിമുക്തമാക്കുക എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഈ ഗാസ ഫാൻസ് വലിയ രീതിയിൽ വിലപിക്കുന്നുണ്ട്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗാസയുടെ ഭാവി ഇല്ലാതാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഗാസയുടെ ജനങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത്തരത്തിലുള്ള രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ഗാസ, സോ കോൾഡ് ഗാസ ഫാൻസ് അല്ലെങ്കിൽ ഹമാസ് ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ഗാസയെ ഹമാസ് വിമുക്തമാക്കി കഴിഞ്ഞാൽ ആർക്കാണ് അതുകൊണ്ട് നേട്ടം? അതിൽ പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ഇവർ ഇരവാദം മുഴക്കിക്കരിയുന്ന ഈ ഗാസയിലെ ഈ പാലസ്തീനികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ്. നമ്മൾ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ യുദ്ധം ആരാണ് വരുത്തി വെച്ചത്? ഈ പാലസ്തീൻ, വലിയ രീതിയിലുള്ള പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുന്നവർ, ഈ ഗാസയ്ക്ക് വേണ്ടിയിട്ട് അരമണിക്കൂർ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നവർ, ഒരു കാര്യം സൗകര്യപൂർവ്വം അവർ മറന്നു പോകുന്നു. ഈ ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധമായിരുന്നു. വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊന്നും നടക്കുന്നില്ല. ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇസ്രായേലിൽ വന്നിട്ട് ജോലി ചെയ്ത് തിരിച്ചു പോകാവുന്ന വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സാഹചര്യം ഇസ്രായേൽ ഒരുക്കിയിരുന്നു. ഈ യുദ്ധം ആരാണ് വരുത്തി വെച്ചത്? ഹമാസ് തന്നെയാണ്. അപ്പോൾ ഈ ഹമാസ് ആണ് ഈ ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഇന്നത്തെ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം എന്ന ഒരു വളരെ നമുക്ക് വ്യക്തമായിട്ട് പറയാവുന്ന ആ ഒരു കാര്യത്തെ ഈ പറയുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുന്നവർ, ഗാസയ്ക്ക് വേണ്ടി കരയുന്നവർ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി നമ്മൾ പലപ്പോഴും ചിലർക്ക് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മൾ നിലപാട് ഈ പ്രോഗ്രാമിൽ എന്തുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സ്, ഗാസ എന്തുകൊണ്ട് കൂടെ ചർച്ച ചെയ്യുന്നു? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഗാസയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെയും ഒരു പ്രതിഫലനം ഇങ്ങ് കേരള രാഷ്ട്രീയത്തിൽ വരെ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള ആ ഒരു അജണ്ടയോടുകൂടി മുന്നോട്ട് പോകുന്ന ആ ഒരു സംവിധാനം, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക,
ഒരു ശരീഅത്ത് നിയമം നടപ്പിലാക്കുക. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം അവരുടെ ആരാധകർ അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോസ് അവർക്ക് ആവശ്യമുണ്ട്. അത് നിലവിൽ ഗാസ തന്നെയാണ്, ഈ പാലസ്തീൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗാസയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആ ഒരു ചർച്ചയുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഗാസയെ ഉയർത്തിക്കാട്ടി കരയുന്നവർക്ക് അല്ലെങ്കിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവർക്ക് ഇനി അധികം നാൾ കരയേണ്ടി വരത്തില്ല, അധികം നാൾ ഇങ്ങനെ കണ്ണീര് ഒഴുക്കേണ്ടി വരത്തില്ല. കാരണം ഗാസയെ സംബന്ധിച്ച് വളരെ ശോഭനമായിട്ടുള്ള ഭാവി അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില നിർണായകമായിട്ടുള്ള നിലപാടുകളിലേക്ക് ഇസ്രായേൽ പോകുന്നു, അമേരിക്ക പോകുന്നു. അതിന് ആരാണോ തടയിടുന്നത് അവരുടെ അജണ്ട കൃത്യമായിട്ടും വ്യക്തമാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയിലെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസനമല്ല, നന്മയല്ല, മറിച്ച് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ അധിഷ്ഠിതമായിട്ടുള്ള അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടും പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് റോബിനിലേക്ക് വരികയാണ്. റോബിൻ, നമ്മൾ പലതവണ പല ഘട്ടത്തിലും പല തീരുമാനങ്ങൾ ഇസ്രായേൽ എടുക്കുന്നു, അമേരിക്ക എടുക്കുന്നു. ഒരു ഘട്ടത്തിൽ ട്രംപ് ഗാസയെ ഒരു റിസോർട്ടൊക്കെ ആക്കാൻ പോകുന്നു, അങ്ങനെ റിസോർട്ട് ഭൂമിയാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാദഗതി ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഗാസയിലെ ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി യത്നിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രയത്നിക്കാൻ സഹായിക്കുന്ന രാജ്യങ്ങളുമായി സഹകരിക്കും. ഈ പറയുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുന്നവരുടെ വായിൽ നിന്ന് പോലും ഇത്ര മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നിലവിലെ സംഭവ വികാസങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഗാസയുടെ ഒരു ഭാവി ഇനി എന്തായിരിക്കും? ഗാസയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും നാളും നടന്ന കാര്യം വെച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയ തീവ്രവാദികളോടും അല്ലാത്ത തീവ്രവാദ മനസ്കരോടും നമുക്ക് പറയാനുള്ളത്, തീവ്രവാദം കാണിക്കുന്നവൻ്റെ എല്ലാം അവസാനം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഗാസ. തീവ്രവാദം കാണിക്കുന്നവൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ഈ കോലത്തിലായിരിക്കും. ഇപ്പോൾ ഇറാഖിലും സിറിയയിലുമെല്ലാം ഐസിസ് തീവ്രവാദം കാണിച്ചു. അവിടുത്തെ ജനങ്ങളിൽ ഏതാണ്ട് പതിറ്റാണ്ടുകൾ പുറകിലേക്ക് പോയിട്ട് ഒരു കാട്ടുജീവിതം നയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ആവശ്യത്തിന് മിച്ച എണ്ണയുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ അതെല്ലാം കണ്ടവനെല്ലാം ഊറ്റിക്കൊണ്ട് പോവുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് ഇവരുടെ എല്ലാം തീവ്രവാദ മനസ്ഥിതിയും തീവ്രവാദവുമാണ്. അപ്പോൾ ആരൊക്കെ തീവ്രവാദം കാണിക്കുന്നോ, ഇപ്പോൾ കേരളത്തിൽ തീവ്രവാദം കാണിക്കുകയും തീവ്രവാദം പ്രചരിപ്പിക്കുകയും ചെയ്താൽ കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാവും. ഈ ഇപ്പം വേറുള്ള ന്യൂനപക്ഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തീവ്രവാദം ഇവിടെ വ്യാപകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരിക്കും. കാരണം എല്ലായിടത്തും തീവ്രവാദം ഇത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഗാസയുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ജൂതന്മാരാണ് ലോകത്തിൽ ഫൈനാൻഷ്യലി ഏറ്റവും മികച്ച് നിൽക്കുന്ന ആളുകൾക്ക്. എന്ന് വെച്ചാൽ ആളുകളെ എങ്ങനെ ഊറ്റാം എന്ന് അവരെ പ്രത്യേകിച്ച് പറഞ്ഞാലും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്കത് കൃത്യമായിട്ട് അറിയാം. ട്രംപ് ഉക്രൈനിൽ കൃത്യമായിട്ട് ഞങ്ങൾ അവിടെ ഉക്രൈനെ സഹായിക്കുന്നതിന് ഉക്രൈൻ്റെ മിനറൽസ് വേണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗാസയിൽ ഇത്രയും വെടിക്കോപ്പുകളെല്ലാം നടത്തി ഹമാസിനെ ഇട്ട് പൊട്ടിക്കുമ്പോഴും ഇസ്രായേലിന് കൃത്യമായ പ്ലാനുണ്ട് ഈ ഗാസയെ ഉപയോഗിച്ച് എങ്ങനെ പണം ഊറ്റണം, എങ്ങനെ പണം ഉണ്ടാക്കണം എന്നുള്ളത്. ഇപ്പോൾ ഗാസയ്ക്ക് ശോഭനമായ ഭാവി എന്നൊക്കെ പറയുമ്പോഴും കൃത്യമായിട്ടും ഗാസയുടെ ഭാവി ട്രംപ് പറഞ്ഞതുപോലെ ഈ റിസോർട്ടും അതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഗാസയെ കൃത്യമായിട്ട് ഊറ്റും. കാരണം ഈ ഗാസ ഇരിക്കുന്ന സ്ഥലം നമുക്കറിയാം, മെഡിറ്ററേനിയൻ തീരം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള, അത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ BC കാലഘട്ടം മുതലേ ഈ മെഡിറ്ററേനിയൻ തീരം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം എല്ലാ കച്ചവടവും കാര്യങ്ങളും എല്ലാം ഈ മേഖലകളിലൂടെയാണ് നടന്നത്. ഇന്നും ഏറ്റവും പ്രാധാന്യമുള്ള മേഖല അതുതന്നെയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാസ എന്ന് പറയുന്നതിൻ്റെ മൂല്യം ഇസ്രായേലിനെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേലിന് കൃത്യമായ വ്യക്തമായ ബോധ്യം ഈ ഗാസയെക്കുറിച്ചുണ്ട്. അറബ് രാജ്യങ്ങളൊന്നും ഗാസ ഏറ്റെടുക്കാൻ തയ്യാറില്ല. കാരണം അത് പുനർനിർമ്മാണം നടത്തിയാൽ തന്നെ വീണ്ടും ഇസ്രായേൽ ആക്രമിച്ച് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യൽ സാധ്യമല്ല. ഗാസയിലെ ജനങ്ങൾ അലഞ്ഞു നടന്ന് എവിടേക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക എന്നുള്ള ഗതി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇസ്രായേലിന് മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ഗാസയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽ വിചാരിച്ചാലേ കഴിയുള്ളൂ. ഈ ഒരു അറബ് രാജ്യങ്ങൾക്കും അതുകൊണ്ടാണ് അറബ് രാജ്യങ്ങളൊന്നും കൃത്യമായിട്ട് അത് ഏറ്റെടുക്കാൻ തയ്യാറില്ല. പ്ലാനൊക്കെ കൊണ്ടുവരാനേ തയ്യാറുള്ളൂ. ഇസ്രായേലിനെയും കൂട്ടി വെച്ച് എന്തെങ്കിലും അവിടെ ചെയ്യാമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഇസ്ലാമിക രാജ്യത്തിനും അവിടെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇസ്രായേലിന് മാത്രമേ ഈ ഗാസയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനമായിരിക്കും നടപ്പാക്കുക. അത് നടപ്പാകുന്ന അതായിരിക്കും എന്ന് പറയാൻ കാരണം
വളരെ കൃത്യമാണ്. എനിക്ക് തോന്നുന്നു ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് നമ്മൾ ഈ നിലപാടിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇസ്രായേൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞു. കൃത്യമാണ്. ലെബനോൻ്റെ സൈഡിൽ ബഫർ സോൺ ഇസ്രായേൽ ഉണ്ടാക്കി, സിറിയയുടെ സൈഡിൽ ബഫർ സോൺ ഉണ്ടാക്കി. ജോർദാൻ ആണെങ്കിൽ ഇസ്രായേലിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന രാജ്യമാണ്. എന്ന് വെച്ചാൽ ഇസ്രായേലിൽ ഒരുക്കുന്ന അതേപോലെ തന്നെയാണ് ജോർദാനും ഒരു രാജ്യം പോലെ. ഇസ്രായേലും ജോർദാനും ഒരേ രാജ്യം പോലെയാണ് സത്യത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പുറത്ത് ഈജിപ്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഇതായിട്ട് ഗാസയും കൂടെ ഇസ്രായേലിൻ്റെ കയ്യിലായതോടെ ഈജിപ്തിനെയും കാര്യം ഇപ്പോൾ ഈജിപ്ത് ഒരു ഭീഷണി അല്ലെങ്കിലും ഭാവിയിൽ ഈജിപ്ത് ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ എല്ലാം സ്വഭാവം വളരെ കൃത്യമാണ്. ഒരു അവസരം വന്നാൽ അറ്റാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കൂടിച്ചേർന്ന്. അപ്പോൾ കൃത്യമായി ഗാസയിലൂടെ ഈ ഈജിപ്തിൻ്റെ സൈഡിലും കൃത്യമായിട്ട് ഇസ്രായേൽ വളരെ വലിയ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഇസ്രായേലിനെ അടിക്കാൻ ആകെ ഉണ്ടായിരുന്നത് ഈ മേഖലയിൽ ഇറാൻ മാത്രമാണ്. ഇന്ന് ഇറാൻ്റെ അവസ്ഥ എന്നാ? ഇറാൻ്റെ അവസ്ഥ പണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് റൂസ്വെൽറ്റ് പറഞ്ഞ പോലെ വലിയൊരു പത്തൽ കൈ പിടിക്കുക, അന്നേച്ച് വളരെ മധുരമായി സോഫ്റ്റായി സംസാരിക്കുക. അമേരിക്ക ഇന്ന് അതാണ് കൃത്യമായിട്ട് ഇറാൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനെ എല്ലാം മൂളി കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയായപ്പോൾ ഉള്ളത്. ഒരു തീവ്രവാദത്തിനും പോകാനുള്ള മനസ്ഥിതി ഇന്ന് ഇറാനില്ല. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇന്ന് വളരെ സേഫായിട്ട് അവിടെ ഇരിക്കുന്ന സാഹചര്യമാണ്. ഒരു അറബ് രാജ്യങ്ങളും ശല്യപ്പെടുത്താനില്ല. അങ്ങോട്ട് പോയിച്ചിട്ട് എല്ലാവരും ട്രംപ് ഈ അറബ് രാജ്യങ്ങളിലെല്ലാം ചെന്നപ്പോൾ സാഷ്ടാംഗം പ്രണമിച്ച് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഓഫർ ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. ഞങ്ങളെ സംരക്ഷിച്ചാൽ മാത്രം മതി. കൃത്യമായിട്ട് സൗദിയൊക്കെ $140 ബില്യൺ സൈനിക കരാർ സൗദിയുടെ സൈന്യത്തെ മുഴുവൻ നവീകരിക്കാൻ വേണ്ടിയിട്ട് ട്രംപിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ എല്ലാ മനോഭാവം ഇന്ന് ഇസ്രായേലിനെ. പിന്നെ ഇസ്രായേൽ ഇതിനുള്ളിൽ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഈ മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തു. ഇതാണ് ഇസ്രായേൽ, നിങ്ങളോട് ഇങ്ങനെയാണ് ഞങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാൽ ഞങ്ങൾ ഈ രീതിയിലായിരിക്കും നിങ്ങളോട് ഇടപെടുന്നത്. കൃത്യമായിട്ടുള്ള മെസ്സേജാണ്. ഇന്ന് ആർക്കും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു ഇടപെടലും വേണ്ട. ഇസ്രായേലിൻ്റെ ഗാസയിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം. ഹമാസ് തീവ്രവാദികളെ ഏകദേശം ഒരു സൈഡിൽ നിന്ന് ഇനി ആകെ ഗറില്ല യുദ്ധം വെച്ച് കുറച്ച് പേര് അവിടെ ഇവിടെ ബോംബ് പൊട്ടിക്കാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതോടുകൂടി ഇസ്രായേൽ പണ്ട് മുതലേ എടുക്കുന്ന ഒരു പോളിസിയുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബന്ദികൾക്കും അപ്പുറത്ത് ആ തീവ്രവാദികളെ ഇല്ലാതെ, കാരണം അവരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ പിന്നീട് വരും കാലങ്ങളിൽ പിന്നീട് ഇത് തന്നെ ആവർത്തിക്കും. അപ്പോൾ അങ്ങനെ പണ്ട് മുതലേ ആ പോളിസി മാറ്റി വെച്ചേക്കുക. അതുകൊണ്ടാണ് ഈ ബന്ദിമോചനം വൈകുന്നതിൻ്റെ ഒരു കാരണം ഇസ്രായേലിൻ്റെ പോളിസിയുടെ കാര്യം കൊണ്ടാണ് ബന്ദിമോചനം വൈകുന്നത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ച് എല്ലാം സമാധാനപരമാക്കാമായിരുന്നു. പക്ഷേ ഇസ്രായേൽ എടുക്കുന്ന പോളിസി എന്ന് പറയുന്നത് ബന്ദികളെ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തീവ്രവാദികൾ വീണ്ടും ആളുകളെ പിടിച്ചുകൊണ്ട് പോകും. അതിനുശേഷം ഡിമാൻഡ് ചെയ്യും, പണം കൊടുത്ത് മോചിപ്പിക്കേണ്ട അവസ്ഥ വരും. പക്ഷേ അതിന് പകരം ആരാണോ ഇത് ചെയ്യുന്നത് അവനെ ടാർഗറ്റ് ചെയ്ത് അവനെ കൊണ്ട് സമ്മതിപ്പിക്കുക, ഞാൻ ഇനി ഒരിക്കലും ഇത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ബന്ദികളെ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ട് എത്തിക്കുന്ന രീതി. അത് തന്നെയാണ് ഗാസയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് അവരത് ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഇസ്രായേലിനെ എതിർക്കാൻ ആരുമില്ല. ഗാസയുടെ ഭാവി ട്രംപ് ഉക്രൈനോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ മിനറൽസ് ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നുള്ള അതേ മനോഭാവം തന്നെയായിരിക്കും ഗാസയോടും ഇസ്രായേൽ ഇപ്പോൾ എത്ര സംരക്ഷിച്ചാലും കാണിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് ഗാസയെ പണപരമായി എങ്ങനെ ഊറ്റണമെന്ന് ജൂതനെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് അവൻ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഗാസയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ തീവ്രവാദ മാനസ്കരായ ആളുകൾ ഓർത്തിരിക്കുക, നിങ്ങൾ എത്രയൊക്കെ അലറി വിളിച്ചാലും നീ തീവ്രവാദം കാണിച്ചാൽ നിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം ഇന്നോളം ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മാന്യമായിട്ട് ഡയലോഗിലൂടെ നയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ തീവ്രവാദം കാണിച്ച് മറ്റുള്ളവനെ കൊല്ലണം തിന്നണം എന്ന് പറഞ്ഞ് നടക്കുന്നത് ആ മനോഭാവം നാശം മാത്രമേ ഇന്നോളം നാശം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, ഇനിയും നാശം മാത്രമേ കൊണ്ടുവരികയുള്ളൂ എന്ന് ഗാസ ഈ തീവ്രവാദികളെ, കേരളത്തിലടക്കമുള്ള തീവ്രവാദികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അത് വളരെ കറക്റ്റാണ്. കാരണം ഈ ഇസ്രായേൽ കൂടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗാസയെ ഹമാസ് വിമുക്തമാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതല്ലാതെ അവിടുത്തെ സാധാരണ ജനങ്ങളെ ഇല്ലാതാക്കുക എന്നൊരു കാര്യമല്ല. ബെഞ്ചമിൻ നെതന്യാഹു ഇനി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഗാസയിലെ അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് അവിടെ താമസിക്കാം. ഇനി അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയുണ്ട്. മറ്റൊരു കാര്യമുണ്ട്, റോബിൻ പറഞ്ഞൊരു പോയിന്റ്. ഒരുപക്ഷെ ഈ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം ഇസ്രായേലിന് ഒത്തിരിയധികം നഷ്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ ഇസ്രായേൽ ഒരുപക്ഷെ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടാകാം. കാരണം ഈ ഒരു ആക്രമണത്തിന് ശേഷം എത്രയോ ഭീകരന്മാരെ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ സാധിച്ചു. യഹിയ സിൻവാർ, ഇസ്മായിൽ ഹനിയ, അപ്പുറത്താണെങ്കിൽ നമുക്കറിയാം നസ്രുള്ള, ഹിസ്ബുള്ളകൾ, ഹൂതികൾക്ക് നേരെ അറ്റാക്ക്, ഇറാന് നേരെ അറ്റാക്ക്. ഒരുപക്ഷെ നമ്മൾ ഈ ട്രോളന്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ ഡയലോഗുണ്ട്. ഈ കമീനിയൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ ഐഡിയ ആയിപ്പോയി,
നിൻ്റെ ഐഡിയ ആയിരുന്നു നിന്നെ കാണിച്ചു തന്നതിന് അതിനൽപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നമുക്ക് പറയാൻ സാധിക്കില്ല. അരുൺ, ഇപ്പോൾ ഗാസയുടെ കാര്യം ഏകദേശം ഒരു തീരുമാനമാകാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്, ഒരു സമാധാനം അല്ലെങ്കിൽ അവിടെ ആ മേഖലയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം BBC റിപ്പോർട്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു മുതിർന്ന ഹമാസ് കമാൻഡർ അവർക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതായത് 95% ഹമാസ് ലീഡർഷിപ്പ് ഇപ്പോൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഗാസയുടെ ഒരു 80% പ്രദേശം ഇസ്രായേലിൻ്റെ കൈവശമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഗാസയ്ക്ക് വേണ്ടി ഡിജിറ്റൽ സൈലൻസ് ഒക്കെ നടത്തുന്നവർ ഇനി സൈലൻ്റ് ആകാൻ പോകുന്ന ഒരു നാളുകളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ജോർജ്, ഈ നാടകങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കഴിയുകയാണ്. കാരണം ഇപ്പോൾ ഈ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും മാധ്യമങ്ങൾക്ക് അത് ഒരു ആഘോഷമാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മാധ്യമങ്ങൾ തന്നെ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്, ഇത് വെറും ഒരു ആൾക്കാരെ കാണിക്കുന്ന ഒരു ഗിമ്മിക്കല്ല അവിടെ നടക്കുന്നത്. അവിടെ കൃത്യമായിട്ട് അവർ തമ്മിൽ കുറേ കൂടിയാലോചനകൾ, രഹസ്യമായിട്ട് അവർ പല കാര്യങ്ങളിലും തീരുമാനമെടുത്തു കഴിഞ്ഞു. മെയിൻ തീരുമാനങ്ങൾ, പ്രധാന തീരുമാനങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് ഗാസയുടെ ഭാവിയെക്കുറിച്ചാണ്. ഗാസയെ ഇനി എങ്ങനെ ഡീൽ ചെയ്യണം. പലരും പറയുന്നുണ്ട് ഈ വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ആകെ കൺഫ്യൂഷനിലാണെന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ സെക്കൻഡറിയാണ്. ഈ ട്രംപിനെയും നെതന്യാഹുവിനെയും സംബന്ധിച്ചിടത്തോളം ഗാസയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടാണ് ഇവർ കൂടിക്കാഴ്ചകൾ അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, രണ്ടു പേർക്കും രണ്ട് നിലപാടാണ്. അവിടെയാണ് ഒരു ചെറിയൊരു ക്ലാഷ് വരുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു സമാധാന സ്ഥാപകൻ എന്നൊരു പട്ടം കിട്ടാനുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് പ്രൈഡൊക്കെ ഉള്ള ആളാണ്. അതോടൊപ്പം തന്നെ ബിസിനസ് താല്പര്യമുണ്ട്. ഒരു നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ട്രംപിൻ്റെ ഈ സ്വഭാവമൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം നെതന്യാഹു നോബൽ പ്രൈസിനുള്ള റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ ആയിട്ട് അവിടെ ചെന്നത്. പക്ഷേ നെതന്യാഹു ഡിഫറൻ്റാണ്. നെതന്യാഹു ഒരു പക്ക ഇസ്രായേൽക്കാരനാണ്, ഒരു ജൂതനാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും പഴയ നിയമത്തിൽ ചില കാഴ്ചപ്പാടുകളുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഹമാസ് എന്ത് ഞങ്ങളോട് ചെയ്തോ അത് തന്നെ ഹമാസിനോട് ഞങ്ങൾ ചെയ്യും, അതുവരേക്കും നിശബ്ദരായില്ല. പക്ഷേ ട്രംപ് ആണെങ്കിലോ, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വെടിനിർത്തണം, ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം, ട്രംപിൻ്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് കടക്കണം. നേരത്തെ ജോർജ് എല്ലാം സൂചിപ്പിച്ചതുപോലെ ഗാസയെ ട്രംപിൻ്റെ ഒരു റിസോർട്ടാക്കി അല്ലെങ്കിൽ ഗാസ ഒരു റിവേരിയായിട്ട്, മധ്യപൂർവേഷ്യയിലെ ഒരു റിവേരിയായിട്ട് മാറ്റുക എന്നതാണ് ട്രംപിൻ്റെ അടുത്ത നടപടി. അപ്പോൾ അതിനുള്ള നീക്കങ്ങളാണ് ട്രംപ് നടത്തുന്നത്. അതിലൊരു ധാരണയാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നത്. നെതന്യാഹു പറയുന്നു, എനിക്ക് കുറച്ചും കൂടി ഹമാസിനെ ഇല്ലായ്മ ചെയ്യാനുണ്ട്, അവർ ഇനി അധികാരത്തിൽ വരാൻ പാടില്ല, ഇനി അവർ ഒരു കാരണവശാലും ഗാസയെ പ്രതിനിധീകരിക്കാൻ പാടില്ല. ഈ ഒരു ഉറച്ച തീരുമാനത്തിലാണ് നെതന്യാഹു നിൽക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നെതന്യാഹുവിന് ഇനി ഇസ്രായേലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നില അവിടെ ഇസ്രായേലിൽ അദ്ദേഹത്തിൻ്റെ നില പരിങ്ങലിലാണ്. അപ്പോൾ ഇവിടെ രണ്ട് നിലപാടുകൾ തമ്മിലുള്ളൊരു ക്ലാഷ് നടക്കുന്നുണ്ട്. അതിൽ പക്ഷേ അവർ തമ്മിലൊരു ധാരണയായി. അതിൻ്റെ ചില ബഹിഷ്സ്ഫുരണങ്ങളാണ് നെതന്യാഹുവിൻ്റെ ചില വാക്കുകളിൽ നിന്ന് വന്നത്. അത് ട്രംപ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇസ്രായേലിൻ്റെ സമീപത്തുള്ള രാജ്യങ്ങളെല്ലാം ഗാസയിൽ നിന്നുള്ളവരെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അതുകൂടാതെ വേറെയും പല രാജ്യങ്ങളെ ട്രംപ് കണ്ടുവച്ചിട്ടുണ്ട്, അവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാസയിൽ നിന്ന് പാലസ്തീൻകാരെ കൂട്ടത്തോടെ ഏതെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷം ഗാസയെ പുനർനിർമ്മിക്കുക എന്നുള്ള ട്രംപിൻ്റെ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ട്രംപിൻ്റെ ആ നിലപാട് പരാജയപ്പെടാനാണ് സാധ്യത. കാരണം ഇവിടെ ഹമാസ് മാത്രമല്ല വില്ലന്മാർ, ഹമാസിനാൽ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു കൂട്ടം ജനം കൂടിയും ഗാസയിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എന്ത് ഓഫർ കൊടുത്താലും അവർ ഗാസയിൽ നിന്ന് പോവില്ല. അതേപോലെ തന്നെ അവർക്ക് യാതൊരു ഉറപ്പുമില്ല ഗാസയിൽ നിന്നും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവർക്ക് അവിടെ സ്ഥാനമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും അവർക്ക് യാതൊരു ഉറപ്പും ഇപ്പോഴും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് എത്ര ഓഫറുകൾ കൊടുത്താലും ഈ ഗാസയിലുള്ളവർ ഗാസയിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നെതന്യാഹു ഇപ്പോൾ അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ മൊറാഖ് ഇടനാഴി എന്ന് നെതന്യാഹു പറയുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ ആ ഇടനാഴി ഇസ്രായേൽ അങ്ങനെ ഒരു ഇടനാഴി അവർ രൂപീകരിച്ച് അവിടെ റാഫയുമായിട്ടുള്ള ഗാൻ യൂണിസും അതിനപ്പുറമുള്ള സ്ഥലങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചെടുത്ത് അവരൊരു സുരക്ഷിത കേന്ദ്രമാക്കിയൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല എന്നുള്ളത് നെതന്യാഹു ഉറപ്പിച്ച് പറയുകയാണ്. കാരണം ഈ ഗാസയിലുള്ള ജനങ്ങളെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ സ്വപ്നം. അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി ഹമാസ് വിമുക്തമാക്കിയതിന് ശേഷം അവരെ അവിടുന്ന് മാറ്റുക, അതിനുശേഷം ഗാസയുടെ പുനർനിർമ്മാണം നടക്കുക, റാഫിലെത്തുന്നവരെ പല രാജ്യങ്ങളിലേക്കായിട്ട് കൊണ്ടുപോകുക. ഇതാണ് നെതന്യാഹു പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഒരു ചെറിയൊരു ക്ലാഷ് ഉള്ളത്. നെതന്യാഹു പറയുന്നു 60 ദിവസത്തെ വെടിനിർത്തലിന് നെതന്യാഹു റെഡിയാണ്, അതോടൊപ്പം അവരുടെ ബന്ദികളെ അവർക്ക് കിട്ടണം. പക്ഷേ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത് ആത്യന്തികമായുള്ള ഒരു വെടിനിർത്തലാണ്, ഒരു യുദ്ധത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ്. അതല്ല, ഇനിയും ചർച്ചകൾ നടക്കുകയാണെങ്കിൽ ചർച്ച നടക്കുന്ന സമയത്തും യുദ്ധം പാടില്ല. ഇതാണ് ഹമാസിൻ്റെ നിലപാട്. അമേരിക്കയും ഇതിനോട് കുറച്ചൊക്കെ ചേർന്ന് നിൽക്കുന്നു. പക്ഷേ ഇസ്രായേൽ ആ കാര്യത്തിലേക്ക് വന്നിട്ടില്ല. വരാത്തതിൻ്റെ കാരണം ഇതാണ്, ഹമാസ് വിമുക്തമായിട്ടുള്ള ഒരു പുതിയ ഗാസയാണ് ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർക്ക് ഗാസ അവരുടെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് അവർ ഇതുവരെ അത് പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഗാസയിൽ മറ്റൊരു സംവിധാനം വരുന്നത് വരെ ഗാസയുടെ നിയന്ത്രണം
അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാടാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന, ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഡിജിറ്റൽ സൈലൻസ് നടത്തുന്നവരെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഹമാസാണ്. ഹമാസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇനി അവിടെ അവശേഷിക്കുന്നത് ഗാസയിലുള്ള സാധാരണക്കാരായ ജനങ്ങളാണ്. ആ ജനതയുടെ ഭാവിയെക്കുറിച്ചാണ് ഇവർ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ ജനതയ്ക്ക് ഒരു ശോഭനമായൊരു ഭാവി വാഗ്ദാനം ചെയ്യുന്ന ചില പദ്ധതികളുമായിട്ട് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവർ ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ നോക്കുക. ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ഡിജിറ്റൽ സൈലൻസോ അല്ലെങ്കിൽ ഒരു പ്രകടനം നടന്നതിൻ്റെ, ഇറാനെ മാറ്റി നിർത്താം, മറ്റ് രാജ്യങ്ങളിൽ നോക്കുമ്പോൾ ഒരു പ്രകടനം നടന്നതിൻ്റെ ഒരു ഫോട്ടോ ഇവർക്ക് കാണിച്ചു തരാൻ പറ്റും. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൃത്യമായ അജണ്ട യൂറോപ്പിലും അമേരിക്കയിലും നടന്നതിൻ്റെ, ഹമാസ് അനുകൂല പ്രതിഷേധങ്ങൾ പാലസ്തീൻ്റെ പേരിൽ നടന്നതിൻ്റെ എത്രയോ ദൃശ്യങ്ങൾ, എത്രയോ കലാപത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു വരാൻ പറ്റും. ഇവർ പറയട്ടെ, മുസ്ലിം രാജ്യങ്ങളും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ മുസ്ലിം രാജ്യങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളുടെ വിഷ്വൽസ് ഇവർ പുറത്തു കൊണ്ടുവരട്ടെ. അപ്പോൾ ഇത് കൃത്യമായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ ആരുമായിക്കോട്ടെ, അവർ ഗാസ ജനതയെ അല്ല പ്രതിനിധീകരിക്കുന്നത്, ഗാസ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ല അവർ ശബ്ദിക്കുന്നത്. അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ മാത്രം, ആ വോട്ട് ബാങ്ക് പ്രീണനത്തിനുള്ള കരുനീക്കങ്ങൾ മാത്രമാണ് അവർ നടത്തുന്നത്. ഇവിടെ ലോകത്ത് പല രാജ്യങ്ങളിൽ പലയിടത്ത് മനുഷ്യർ മരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് ഇവർ വരുന്നില്ല? അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ടും അറിയാൻ സാധിക്കും. ഈ ഗാസ നശിപ്പിച്ചത് ആരാണോ ഹമാസാണ്. ഈ അനുകൂലികൾ ആരാണോ, ഇവിടെ പ്രതിഷേധം നടത്തുന്ന ആരാണോ, അവർ ഹമാസ് മാനസരാണ്. ആ ഹമാസ് മാനസരുടെ ലക്ഷ്യം എന്താണോ, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട എന്താണോ, ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലാക്കുക എന്നുള്ളതാണ്. ഈ അജണ്ടയ്ക്ക് വേണ്ടി തുള്ളുന്ന ഇടതിനും വലതിനും ചേർന്ന് ലോകത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്. അതിനിർണായകമായിട്ടുള്ള പല മാറ്റങ്ങൾക്കുമാണ് ഗാസ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില നടപടികളിലേക്ക് ഇസ്രായേൽ പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം അർപ്പിക്കുന്നവർ, അല്ലെങ്കിൽ പാലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം റാലി നടത്തുന്നവർ, അവർ ആത്മാർത്ഥമായി അവിടുത്തെ ജനങ്ങളുടെ ഉന്നമനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യമേ ചെയ്യേണ്ടത് ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അടക്കിവാണ് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ തീവ്രവാദം വളർത്തി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകര സംഘടനയെ തള്ളിപ്പറയുക എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഹമാസിനെ ഭീകരർ എന്ന് വിളിക്കാൻ പോലും നട്ടലില്ലാത്ത കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ്, അത്തരമൊരു നിലപാട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ പാലസ്തീനെ ഉയർത്തി കാണിച്ചുകൊണ്ട്, ഗാസയെ ഉയർത്തി കാണിച്ചുകൊണ്ട് വോട്ട് തട്ടാനുള്ള ഇക്കൂട്ടരുടെ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൊതുജനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഗാസയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം ഉണ്ടാകട്ടെ. അതുവഴി ഗാസയെ ഉയർത്തി കാണിച്ചുകൊണ്ട് അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾ, തന്ത്രങ്ങൾ തകരട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.